കുഞ്ഞുമൃഗങ്ങളിങ്ങനെ മനുഷ്യനോട് സഹവസിച്ചു കഴിഞ്ഞ കാലം മാറിയിട്ട് സംഘർഷത്തിലാകുന്നൊരു സങ്കടകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം സ്വാഭാവികമായിട്ടും മനസ്സിലൊരു പലവിചാരം ഉണ്ടാവും. നമ്മൾ പറയുന്ന കാലത്തിൻ്റെ കാരണങ്ങളൊക്കെയും ഒരു പരിധിവരെ ശരിയാണെങ്കിലും കൂടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളത് വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവപരിപാലനയ്ക്ക് മടങ്ങാൻ, ദൈവത്തിൻ്റെ സംരക്ഷണയെ കുറേയും കൂടെ ആശ്രയിക്കാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഏത് ദുർഘസന്ധിയിലും ഇടപെടുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയണം. ഒരു കാരണവർ വർത്തമാനത്തിനിടയിൽ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഇതിലേറെ കാട്ടുജീവികളും ഇതിലേറെ പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നപ്പം അവർക്കിടയിൽ ഞങ്ങളെ സംരക്ഷിച്ചത് മുഴുവൻ ദേവാലയത്തോട് ചേർന്നും വിശ്വാസത്തിലൂന്നിയും ദൈവകൃപയോട് ചേർന്നുമുള്ള ജീവിതത്തിൻ്റെ നിലപാടുകളായിരുന്നുവെന്ന് ഒരു കാരണവർ പറഞ്ഞപ്പം എൻ്റെ ഉള്ളിലും അത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെ സംരക്ഷിക്കാനായിട്ട് സംവിധാനങ്ങൾക്കൊന്നും ആകുമെന്ന് കരുതേണ്ടതില്ല. ഏത് വേലി പണിതാലും പൊളിക്കാൻ ആനയ്ക്കും കാട്ടുജീവികൾക്കുമാവും. ഏത് പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ സാധ്യതയിലും ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവൻ്റെ പേരാണ് തമ്പുരാൻ. അതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം, ഈ കാട്ടുജീവികളൊക്കെയും നമ്മുടെ നാട്ടിലോട്ടിറങ്ങിയിട്ട് കാടും നാടും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ദൈവത്തോട് ചേർന്ന് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ഈ പ്രതികൂലങ്ങളൊക്കെ ദേവാലയത്തോടും വിശ്വാസത്തോടും ആത്മീയതയോടും ചേർത്ത് വെച്ചുകൊണ്ട് അത്ഭുതമാക്കാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. പഴയതുപോലെ ഇസ്രായേലിൻ്റെ മരുഭൂമിയുടെ യാത്രയിൽ കൂടെ നടന്ന അതേ തമ്പുരാൻ്റെ ദൈവസാന്നിധ്യം ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ സകല പ്രതികൂലങ്ങളിലും കാറ്റും കോളുമുണ്ടായ ജീവിതത്തിൻ്റെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളോട് ഇത്ര സുന്ദരമായിട്ട് ഇടപെട്ട തമ്പുരാനോട് നമ്മുടെ ജീവിതത്തിലും ഈ കാട്ടുജീവികൾക്കും മനുഷ്യർക്കും ഇടയിലുള്ള സംഘർഷങ്ങളിലേക്ക് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കാൻ, ആ ആത്മബലത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവം ഈ കാടിനെയും നാടിനെയും വേർതിരിക്കും. ദൈവം കാട്ടുജീവികൾക്ക് അതിർത്തി നിശ്ചയിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം മുഖം മറയ്ക്കാതിരിക്കത്തക്ക വിധം ജീവിതത്തെ കുറേയും കൂടെ അനുഗ്രഹീതമാക്കാം, ആത്മീയമാക്കാം, പരിശുദ്ധാത്മ നിറവുള്ളതാക്കാം. ആന പിടിച്ച കഥ പറഞ്ഞപ്പോൾ എന്നോടൊരു ചേച്ചി പറഞ്ഞ മറുപടി എന്നെ വല്ലാണ്ട് വിസ്മയിപ്പിച്ചു. ആന പിടിക്കാൻ വന്നപ്പം പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധരുടെ കോട്ടയ്ക്കുള്ളിൽ കണ്ടിട്ടുണ്ടാവും വച്ചാന്ന് പറഞ്ഞു. മറ്റൊരു കോട്ടയും നമ്മെ രക്ഷിക്കില്ല. സംവിധാനങ്ങളൊന്നും രക്ഷിക്കണമെന്നില്ല. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും. ആ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് ജീവിക്കാം. ശിവ അനുഗ്രഹിക്കട്ടെ.